ഇങ്ങോട്ട് പിടിക്കാം, ഞാൻ പിടിക്കാം. ഹായ്. അപ്പോൾ ACCയുടെ 8ാമത്തെ പേപ്പർ എൻ്റെ കഴിഞ്ഞു കേട്ടോ. 8ാമത്തെ PM ആണ് വന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. ഐ വാസ് സോ ഡിസപ്പോയിൻറ്റഡ് ഇൻ മൈ സ്റ്റഡീസ്. അതായത് ഞാൻ മുന്നത്തെ പേപ്പേഴ്സ് പഠിച്ച പോലെ ഒന്നും ഞാനിത് പഠിച്ചിട്ടില്ല. വളരെ കുറച്ച് മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു വിഷമം എനിക്കിപ്പോഴും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ എക്സാം ഇന്നായിരുന്നു. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാം. ചിലതൊക്കെ ഞാൻ ഗസ് ചെയ്ത് വിട്ടു. പിന്നെ കുറേയൊക്കെ നമുക്ക് നല്ല ഫോക്കസ് ചെയ്ത് ആലോചിച്ച് കിട്ടാവുന്ന ടോപ്പിക്സ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ്. പിന്നെ സെക്ഷൻ C ഒക്കെ ഞാൻ കുറച്ചൊക്കെ എഴുതിയുള്ളൂ. അത്രയ്ക്ക് മതി എന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് ആലോചിക്കാനുള്ള കപ്പാസിറ്റി അപ്പോഴേക്കും വിട്ടുപോയിരുന്നു. അങ്ങനെ ഞാൻ എന്താ പറയുക, അവിടെ നിർത്തി. പാസ്സാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പാസ്സാവും, അതായത് ഉത്തരം എഴുതിയതൊക്കെ ശരിയാണ് എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ കംപ്ലീറ്റ്ലി ആ ഒരു സിലബസ് എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു നല്ല വിഷമം എനിക്കുണ്ട്. ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയറിയാം. ഇനിയിപ്പോൾ നാളെ മുതൽ AA ക്ലാസ് സ്റ്റാർട്ടിംഗ് ആണ്. ഇനിയിപ്പോൾ അത് നോക്കാം. ഈ ഒരു സെഷനിലുണ്ടായ ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം കേട്ടോ. എന്താ പറയുക, ഞാൻ കുറേ കാര്യങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുത്തു. ACCA സ്റ്റുഡൻസ് ഒന്നില്ലെങ്കിൽ BComന്, അതുപോലെ തന്നെ അതായത് ഡിഗ്രിക്ക് അല്ലെങ്കിൽ ACCക്ക് മാത്രമാണ് പ്രിയോറിറ്റി കൊടുക്കുള്ളൂ. പക്ഷേ എനിക്ക് കുറേ പ്രിയോറിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലൻസ് തെറ്റിയതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ PM വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എക്സാമിന് മാർക്ക് കിട്ടിച്ചാലും നമ്മുടെ ഉള്ളിലൊരു ഇതുണ്ടാവുമല്ലോ, അതായത് റിയൽ എക്സാം എഴുതുന്ന ആ ഒരു ടൈപ്പ് അല്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഐ ഹാവ് എ ലോട്ട് ഓഫ് റിഗ്രറ്റ്. എവിടേക്കോ എന്തൊക്കെയോ തെറ്റിപ്പോയി. ആൻഡ് ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ഇതിപ്പോൾ PMൻ്റെ സ്റ്റഡി ടിപ്പോ എന്താ പറയുക, എങ്ങനെ പഠിക്കേണ്ടതെന്നോ അങ്ങനെ ഒരു കാര്യം എനിക്കറിയില്ല. പഠിക്കാൻ ഈസിയാണ്, അത് മാത്രമേ എനിക്കറിയാം. പക്ഷെ ക്വസ്റ്റ്യൻസ് വലിയ സുഖമൊന്നുമല്ല. അങ്ങനെ നമുക്ക് എന്താ പറയുക, കുറേ ഉണ്ടാവും. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും നാളെയാവും. അപ്പോൾ ഐ തിങ്ക് വി നീഡ് മോർ പേഷ്യൻസ്. അതുപോലെ തന്നെ ACC റിയൽ എക്സാംസ് എഴുതുന്ന കുട്ടികളുണ്ടല്ലോ, അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് യു ഗൈസ്. നിങ്ങൾ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇതിനൊക്കെ പറ്റുന്നത്. എക്സാം പാസ്സാവുന്നുണ്ട്, ഫെയിലായാലും നിങ്ങൾ ഒരു ദിവസം പാസ്സാവുന്നുണ്ടല്ലോ. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഇനിയിപ്പോൾ AA കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രൊഫഷണൽ ലെവലിലേക്ക് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒന്നില്ലെങ്കിൽ മാർച്ചിൽ എഴുതും, ജൂണിൽ അല്ലെങ്കിൽ ജൂൺ ഏതെങ്കിലും ഒരു സെഷൻ എഴുതുന്നുണ്ടാവും. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു.